വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ വഴിപാടായി ലഭിച്ച സ്വർണ്ണമാണ് കാണാതായിരിക്കുന്നത്. 255 ഗ്രാം സ്വർണ്ണമാണ് കാണാതായിരിക്കുന്നത്. 2020-2021 ഓഡിറ്റ് വിഭാഗത്തിന്റെ കണ്ടെത്തലാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ തന്നെ പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ വർഷം നവംബറിൽ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ഹൈക്കോടതിക്ക് മുന്നിൽ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഈ സമർപ്പിക്കുന്നതിന് മുൻപായി തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണം ദേവസ്വം ബോർഡിനോട് തേടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ യാതൊരു തരത്തിലുള്ള മറുപടിയും ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. സാധാരണ ഈ സ്വർണം വഴിപാടായി നൽകുന്നതിന് ആ സമയത്ത് രജിസ്റ്ററിൽ എത്ര ഗ്രാം സ്വർണ്ണമാണ് നൽകുന്നതെന്ന് സംബന്ധിച്ച് രേഖപ്പെടുത്തും. അതിനുശേഷം ഇത് പൊതിഞ്ഞ് സ്ട്രോങ് റൂമിലേക്ക് മാറ്റുന്നതാണ് പതിവ്. എന്നാൽ ഈ കണക്കുകൾ പരിശോധിക്കുന്ന സമയത്ത് സ്ട്രോങ് റൂമിലുള്ള സ്വർണം വളരെ കുറവാണ്. അതായത് 255 ഗ്രാം സ്വർണത്തിൻ്റെ കുറവ് അവിടെയുണ്ട്. അതേ സമയത്ത് തന്നെ പൊതി എത്ര പൊതിയാണ് പൊതിഞ്ഞ് വച്ചിരിക്കുന്നത്? 199 പൊതിയാണ് ആകെ പൊതിഞ്ഞ് വച്ചിരിക്കുന്നത്. അത് പൊതിയിൽ വ്യത്യാസമൊന്നും തന്നെ ഇല്ല. രജിസ്റ്ററിലുള്ള അതേ പൊതി തന്നെയാണ്, പൊതിയുടെ എണ്ണം തന്നെയാണ് സ്ട്രോങ് റൂമിലുള്ളത്. പക്ഷേ അതിനുള്ള സ്വർണം കുറവ് സംഭവിച്ചിട്ടുണ്ട്. 255 ഗ്രാമിൻ്റെ കുറവ് അവിടെ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഈ റിപ്പോർട്ട് മാധ്യമങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് ഇപ്പോൾ ഇതാദ്യമായിട്ടാണ്. എന്തെങ്കിലും തരത്തിലുള്ള പരിശോധന അന്വേഷണമോ ഇനി ഉണ്ടാകുമോ എന്ന് കാത്തിരുന്ന് തന്നെ കാണണം. കോട്ടയത്ത് നിന്ന് ജോബിൻ തേക്കടിക്കൊപ്പം ഷിനോജ് ടി, മാതൃഭൂമി ന്യൂസ്.